നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സാരി തന്നെയാണ്, സാരി മാത്രമാണ്. സെമി ടെസർ സാരി, പിന്നെ നമ്മുടെ ഒരു ചുമ്മാ ഡെയിലി വെയർ സാരി, പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി. ഒരു മീൻസ് ഒരു മോഡൽ. ഇതാണ് നമ്മുടെ സെമി ടെസർ സാരി. ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് സെമി ടെസർ സാരിക്ക് ഭയങ്കര ഡിമാൻഡ് വരുന്നുണ്ട്. എന്നാണെന്നറിയാമോ, ചിലപ്പം ഫങ്ഷൻ വെയർ ആയിട്ടും എന്താ പറയുന്നത്, റെഗുലർ വെയർ ആയിട്ടും പിന്നെ ചൂടില്ലാത്ത വെയറായിട്ടും കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടായിരിക്കാം ഈ സ്ട്രൈപ്പുള്ള സാരികൾക്ക് ഏത് മെറ്റീരിയലിൽ വന്നാലും ഭയങ്കര ഡിമാൻഡാണ്. ഇങ്ങനെ ലൈൻസ്, പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയ ഇച്ചിരി ഒന്ന് സൂം ചെയ്ത് കാണിച്ചത് ഒരു പ്രിൻ്റ്. ഇതിപ്പോൾ ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഇത് ശരിക്കും പ്രിൻ്റാണ്. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തോന്നും ഒരു വീവിങ് പോലെ, ആ ഒരു കാന്താവർക്കൊക്കെ പോകുന്ന പോലെ ഒരു ഫീല് നമുക്ക് തോന്നിക്കും. അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാൻ. വണ്ണക്കുറവും പൊക്ക കൂടുതലും തോന്നിക്കും എന്നാണ് പറയുന്നത്, നേരാണെന്നൊന്നും അറിയില്ല. ഇത് വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ പ്ലെയിന്, അതിൻ്റെ കൂടെ കുറച്ച് ത്രെഡ് പോലെയുള്ള ഒരു ഡിസൈനൊക്കെ പോയിട്ട് ചെറിയ അതിൻ്റേതായ ഒരു ടാസിലും ഒക്കെ പിടിപ്പിച്ച് അങ്ങനെ ഒരു സാരി. ഇനി ബ്ലൗസ് നമുക്ക് നോക്കാം. ബ്ലൗസ് വേറെ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ ചെറിയ കുഞ്ഞു സ്ട്രൈപ്പ് കണ്ടോ, കുഞ്ഞു സ്ട്രൈപ്പ് പോകുന്നുണ്ട്. വൈറ്റ്, നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഈ ഒരു ഡിസൈനുമായിട്ട് യോജിച്ച് പോകുന്ന, എന്നാൽ ഇത് തന്നെ ബ്ലൗസ് ഇത്രയും വീതിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, കടുവാകളി എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിപ്പോവും. ഇത് കുഞ്ഞൊരു ലൈൻസ് ഉണ്ട് താനും, തീരെ പ്ലെയിനും അല്ല. ഈ ഒരു ബോഡിക്ക് ഇങ്ങനെ വരുന്ന നല്ലൊരു സാരി. വില അറിയാമോ? 1150 രൂപ. അത് ലാവണ്ടർ ഷെയ്ഡായിരുന്നു. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. കണ്ടോ, ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ ആ ഷെയ്ഡിനൊരു ആകർഷണം, ഈ പേസ്റ്റൽ ഷെയ്ഡ്സിനെല്ലാം ഉള്ള ഒരു ഇതാണല്ലോ, ഭയങ്കര ഒരു ആകർഷകത്വം ഉണ്ട് താനും. ലൈറ്റ് ഷെയ്ഡുമാണ്. ചിലർക്കൊക്കെ ലൈറ്റ് ഷെയ്ഡിനോട് മാത്രം താല്പര്യം, ഒത്തിരി കളറെടുപ്പുള്ളത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് ഇത്. കളറെടുപ്പില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊട്ടും പേസ്റ്റൽ ഷെയ്ഡ്സിന് ഭംഗി കുറയുന്നുമില്ലല്ലോ, നല്ലൊരു ലുക്കല്ലേ. പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് സെയിം ആ ഒരു സിൽവർ ലൈൻസ് പോന്നു. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ആ സെമി ടെസറിൻ്റെ നല്ല ഫീൽ കേട്ടോ. ശരിക്കും ഞാൻ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞില്ല, ആയില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പം എപ്പോൾ പോയാലും ഞാൻ പുതിയ കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനങ്ങൾ എപ്പോൾ പർച്ചേസിന് പോയാലും പർച്ചേസ് നടത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം പുതിയ ഷോപ്പിലേക്കെന്നോ കരുതി നോട്ടം ഇടും. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ടെസറിൻ്റെ ഒരു കുറച്ച് വിഭാഗം വേണമെന്നൊക്കെ ഉണ്ട്, പ്ലാനിലുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കും, ഞാൻ എന്നിട്ട് ഈ ടെസറിൻ്റെ സെക്ഷനിലോട്ട് പോയി നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു പോന്നു. കാരണം ഇത് തന്നെ സെമി ടെസറായിട്ടുണ്ട്. അപ്പോൾ ഈ ടെസർ നമ്മളിപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിച്ചാൽ പോലും നല്ല റേറ്റ് കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്. കാരണം അതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ 5000-6000 വരും. അപ്പോൾ അത്രയും വില കൊടുത്ത് ഇത് വാങ്ങിക്കണം. 1200 താഴെ റേഞ്ചിൽ സെമി ടെസർ കിട്ടുമ്പോൾ, പിന്നെ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ എല്ലാവരും ഒരു സാരി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെയിലി യൂസിന് കൊടുക്കുന്ന സാരികൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കും. ഫങ്ഷൻ വെയർ നമ്മൾ അങ്ങനെ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കത്തുമില്ല. ഇതിപ്പോൾ അങ്ങനെയുള്ള സാരികൾ പിന്നെ കിട്ടുമ്പോൾ പിന്നെ എന്തിനാ അത് എടുക്കണമെന്ന് ഞാനിങ്ങനെ ശങ്കപ്പെട്ട് നിന്നു. എന്നിട്ട് എന്നെ പറ്റി എടുത്തില്ല. ഇനി എടുക്കുമായിരിക്കും. ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ ചിലർക്ക് ടെസർ മാത്രം എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും സെമി ടെസർ വേണ്ട, ടെസർ. പിന്നെ പ്യുവർ എന്ന് പറയുന്നതിനൊരു വ്യത്യാസം, അത് ഓക്കെ, അത് ശരിയാണ്, അത് ഞാൻ സമ്മതിച്ചു. എല്ലാം കൂടെ നോക്കുമ്പോഴേ റേറ്റ്, ഭംഗി എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം നമ്മൾ ഉടുക്കുന്നതിൻ്റെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഒരിത് ഇഷ്ടംപോലെ കാശുള്ളവർക്ക് അങ്ങനെ ഉടുക്കാൻ തന്നെ കുഴപ്പമില്ല.
മജോറിറ്റി ആൾക്കാർക്കും വെറുതെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി ഒത്തിരി പൈസ കളയുന്നതിനോട് താല്പര്യമില്ല. ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഈ ടസറിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് മൊഡാള്. പിന്നെ ഈ മൊഡാളൊക്കെ എൻ്റെ മനസ്സിലെ വിചാരം കുറച്ച് കഴിയുമ്പോൾ മൊഡാളിൻ്റെയൊക്കെ ഇതങ്ങ് പോവുമോ. ടസർ പക്ഷെ ഒരിക്കലും പോകത്തില്ല. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ് ടസർ ജൂട്ടൊക്കെ. മൊഡാളിൻ്റെ കാര്യം നല്ലതല്ലേ, പക്ഷെ നല്ല റേറ്റല്ലേ. എന്താണ് ഇങ്ങനെ അത് ഈ പറഞ്ഞ പോലെ മൊഡാളെന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിലും ഇപ്പോൾ ടസർ എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിലും ഇതെല്ലാം പല റേറ്റിലിറങ്ങും. പലരും പല എന്നാ പറയുന്നത് അത് മനസ്സിലാക്കുന്നില്ലെന്നുള്ള ഒരിതാണ്. ഞങ്ങളുടെ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരിതുണ്ടായി. 5250 രൂപ വരുന്ന മൊഡാളിൻ്റെ ചുരിദാർ സെറ്റുണ്ട്. എന്നിട്ട് 2900 വരുന്ന മൊഡാളിൻ്റെ ചുരിദാർ സെറ്റും ഉണ്ട്. അതിനെന്ന് ചോദിച്ചാൽ മറ്റേതെന്ന് പറയുന്ന ഹാൻഡ് ബ്ലോക്കാണ്. അങ്ങനെയുള്ള ഒത്തിരി സവിശേഷതകളുണ്ടാണല്ലോ. ഒരു കസ്റ്റമർ വന്നിട്ട് ഭയങ്കര അവർ നമ്മളോട് ഭയങ്കര ഞങ്ങളുടെ സ്റ്റാഫിനോടെ ഭയങ്കരമായിട്ട് തർക്കിയിലാണ്. അങ്ങനെയാണ് ഇത് നമുക്ക് വില കൂടുതൽ. പക്ഷേ രണ്ടും രണ്ട് സാധനമാണ്. അത് മനസ്സിലാക്കുന്നില്ല, അറിയത്തില്ലാത്ത അത് മൊഡാൾ. ഇതാണ് മൊഡാൾ എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള ഒരു ചിന്തയില്ല. ഇതെല്ലാം ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ഇപ്പം ഹാൻഡ് ബ്ലോക്കും അല്ലാത്ത ബ്ലോക്കും ഹാൻഡ് ലൂമും പവർ ലൂമും എല്ലാം ഉണ്ടല്ലോ. അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യും. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചുമ്മാ സാരി എന്ന് ഞാൻ പറയാറില്ല എപ്പോഴും. അപ്പോൾ അതൊരു പേരായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുറേ കസ്റ്റമേഴ്സിന് അറിയാം ചുമ്മാ സാരി ഇങ്ങനെ മെസ്സേജ് വരുന്നത് കാണാം. മറ്റേ ചുമ്മാ സാരി ഉണ്ടോയെന്ന്. ഇത് സിക്സാഗ് പ്രിൻ്റ്. ഇത് പറയുന്നത് നമ്മുടെ റഫ്യൂസിന് പറ്റുന്ന സാരിയാണ്. അതിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ കുറച്ച് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇരിപ്പുണ്ടോ നോക്കി. മുന്താണിക്ക് അജ്രക്ക് പ്രിൻ്റാണ് വന്നിട്ട് ബ്ലൗസ് കണ്ടോ കലങ്കാരി പ്രിൻ്റ്. കലങ്കാരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അജ്രക്കെന്നും പറയാം കലങ്കാരി എന്ന് പറയാം. ഇത് ഒരു സൈഡിൽ നോക്കുമ്പോൾ അജ്രക്ക് പ്രിൻറ്റിൻ്റെ ഒരിത്, അതിൽ തന്നെ കലങ്കാരി മിക്സാണ്. അപ്പോൾ ഒരിക്കലും ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യത്തില്ല. എൻ്റെ കൈ പിടിച്ച് ഒക്കെ കാണിക്കണമെങ്കിൽ വിറയ്ക്കുന്നുണ്ടോ ഇത്? വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ്. എന്ത് റഫ്യൂസ് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട സാരി, ഒരു സെമി സിൽക്കി സ്റ്റഫ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഇത്. ഇത്രയേ ഉള്ളൂ, കനമൊന്നുമില്ല, എന്നാൽ സീ ത്രൂ അല്ല. ഇങ്ങനെയുള്ള സാരി നമ്മുടെ ഒഴുക്കൻ സാരി എന്ന് പറയുന്നത് ഇച്ചിരി ഒഴുക്കനല്ല, ഇച്ചിരി കട്ടിയുള്ള സാരിയാണ്. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഉണ്ടോ, കലങ്കാരി പ്രിൻ്റ്. ഈ കളർ ബ്ലൗസിന് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ ഈ മുന്താണിയിൽ ആ കളറുണ്ട്, അതുകൊണ്ടാണ് ബ്ലൗസിന് ആ കളർ വന്നത്. ബ്ലൗസ് ഇത് അവിടെ നിന്ന് എടുത്തു വിട്ടേ. മുന്താണി ഇങ്ങനെ ചുമ്മാ സാരി. എൻ്റെ റേറ്റ് വളരെ കുറവാണ്, 650 രൂപ. ഈ ഇത്രയും റേറ്റ് പറഞ്ഞ സാരിക്കൊക്കെ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു പരിപാലനയും കൊടുക്കണ്ടെന്നേ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നോക്കിയിട്ട് അല്ലേ, നമുക്കിപ്പോൾ പുറത്ത് ചുമ്മാ പോകുമ്പോൾ ഒരു പാടുമില്ലാതെ വലിച്ചു വാരി എടുത്തങ്ങോട്ട് മേത്തിട്ടാൽ പോലും ഒരു ഭംഗിയുണ്ട് താനും. എന്നാ പറയുന്നത്, കുറച്ചൊക്കെ നമുക്ക് റേറ്റ് തീരെ കുറഞ്ഞ സാരികളും കൂടെ വേണം, എന്നാലേ അതൊരു കറക്റ്റ് ഇത് വരുള്ളൂ. എന്താ പറയുന്നത്, എല്ലാവരുടെയും ഒരു സമ്മേളനം വേണ്ടേ. ഇത് മസ്റ്റാർഡ് യെല്ലോ ആണോ, ചെറുപയറിൻ്റെ അല്ലേ, ഒരു എന്തോ ഒരു ഷെയ്ഡ്. എന്നാൽ പറ എന്നാന്ന്, ഓർമ്മ അല്ലെന്ന് എന്നാ പറ, എന്താന്ന് പറ, കളർ പറ. ഗോൾഡൻ കളറാണ്. ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗോൾഡിനകത്ത് ചെറുപയർ കളർ കയറി മിക്സാക്കി 2-3 കളറെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ഒരു കളറ്. ഇതിനൊക്കെ പേര് കാണുമായിരിക്കും, അപ്പാ എനിക്കറിയത്തില്ലാത്ത കേട്ടോ. ഇത് മുന്താണി. ഇത് കരിഞ്ഞ ഗോൾഡ് എന്ന് പറഞ്ഞാൽ കറുത്തിരിക്കും. ഇത് ഒരു ഈ മുന്താണിയെ വരുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ് പോലെ വരുന്ന ബ്ലൗസ്, കലങ്കാരിയുടെ അല്ല, കലങ്കാരിയുടെ പ്രിൻ്റ് മാത്രം, പ്രിൻ്റ് ഒള്ളി.
ബോട്ടിൽ ഗ്രീൻ. ഏത് പ്രായക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. ബോട്ടിൽ ഗ്രീനും വൈറ്റ് 6 ആകും. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. അത്രയേ ഉള്ളൂ. ഞാൻ മുമ്പേ കാണിച്ചത് മെറൂണിൻ്റെ അല്ലേ, അത് പർപ്പിളായിരുന്നു ആദ്യം കാണിച്ചത്. ഇതിപ്പം മെറൂണിൻ്റെ പടം എടുത്ത് മുമ്പേ നിവൃത്തി കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് മെറൂൺ കാണിക്കുന്നത്. കണ്ടോ, മെറൂണും വൈറ്റും എന്താണ് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിന് എന്നാ കളറാണെന്ന് എനിക്ക് പറഞ്ഞുതരാം. ഒരു ലാവണ്ടറിൻ്റെ ഒക്കെ എന്തോ ഒരു ലാവണ്ടർ മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇനി നമുക്കേ ഒരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് കാണിക്കണേ. ഇത് വിസറി സാരിയാണ്, വിസറി സാരി. ഇതിർത്ത് കാണിക്കണം. സാരി ഫങ്ഷൻ വെയർ സാരി. ഇപ്പോൾ ഫങ്ഷൻ വെയർ സാരികളാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ഇതാണ് സാരി. ബ്ലാക്ക് വിത്ത് മെറൂണാണ്. നല്ല ബ്ലാക്ക്. ആ ബ്ലാക്കിൽ ഒരു സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ റേറ്റിനാണ് ആകർഷകത്വം. നമുക്ക് ചുമ്മാ ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ കല്യാണങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇത് വരും. മുന്താണി ഇങ്ങനെ വരും. ഇത് ഫുള്ള് ബോഡി. ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തീർന്നു. ബ്ലൗസ് എങ്ങനെ വരും? ബ്ലൗസ് എങ്ങനെ വരും? ഗ്രീൻ അല്ലേ? അല്ല, ഇതിൻ്റെ അങ്ങേയറ്റം എന്ത്? ബ്ലൗസ് ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. മുന്താണിക്ക് ഗ്രീന്, ബ്ലൗസിന് ബ്ലാക്ക്. ഇങ്ങനെ ഉണ്ടോ? സാരി നല്ല കോപ്പർ ബോർഡറും ഒക്കെ ആയിട്ട്. എനിക്ക് ശരീരത്തിട്ട് കാണിക്കാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം ഇത് ഈ ടൈപ്പ് സാരി ഇതിനെ ശരീരത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിലാക്കണമെങ്കിൽ ഇച്ചിരി പാടാ. കണ്ടോ, നല്ല കോപ്പർ ഡിസൈനുമാണ്. 850 ആ ഒരു റേറ്റിങ്ങാണ്ടേ ഉള്ളൂ. ആ ഒരു റേറ്റിലുള്ള സാരി. ഇത്തേ കൂടെ ഒരു സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. അത് കാണാമായിരുന്നോ? ഇങ്ങനെ ഇരിക്കും. മുന്താണി വന്നിട്ട് കാണിച്ചില്ലേ ഞാൻ? ഇതാണ് മുന്താണി, ഗ്രീൻ കളർ. ഞാൻ അതിൻ്റെ 2 ഷെയ്ഡും കൂടെ ഉണ്ടേ. ഇതേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ അല്ലേ. എൻ്റെ പൊന്നെ, ഇത് മൊത്തം അഴിക്കണ്ടായിരുന്നു. ആ മേളത്തെ ഒരു കെട്ടേ വെച്ചിട്ട് അഴിച്ചാൽ മതിയായിരുന്നു. ബാക്കി അഴിച്ചാൽ മതിയായിരുന്നു. ഞാനും വിട്ടുപോയാ. 2 പേര് അതിൻ്റെ പുറകെ ഇനി വേറെ പണിയൊന്നും ഇല്ലാതെ പോകേണ്ടി വരും. ഒരു പിങ്കിൻ്റെ ഒരു വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ്. എന്നിട്ട് ബോഡിക്ക് ഇങ്ങനെ ഒരു പീച്ചും ഗോൾഡും കൂടെ ഒക്കെ കൂടിയ ഒരു ബോർഡർ. ബോഡി ഇങ്ങനെ വാടാമുല്ലയുടെ വരും. ഈ മുന്താണി വരുമ്പം കണ്ടോ ഇങ്ങനെ വരും മുന്താണി. ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. അതിലെല്ലാം ഒരു പ്രിൻ്റ് ഉണ്ട് കേട്ടോ, നിറച്ചൊരു ഭംഗിയുള്ള പ്രിൻ്റ് ഉണ്ട്. ബ്ലൗസ് സെൽഫ് തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ കളർ ബ്ലൗസ്, കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇതാ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഒട്ടും മോശക്കാരൻ സാരിയല്ല, നല്ല ഭംഗിയാണ്. നല്ല എന്നാ പറയുക, അതിൻ്റെ ആ സ്റ്റഫേലാണ് ഈ പ്രിൻ്റില്ലേ, പോയേക്കുന്ന ആ പ്രിൻ്റ്. പിന്നെ ഇതിൻ്റെ കനം ഭയങ്കരമായിട്ട് പ്രിൻ്റല്ലേ, ഡിസൈൻ വീവിങ് ആണോ? വീവിങ്ങാ അല്ലേ? ഇത് കണ്ടോ, വീവിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഡിസൈൻ മുഴുവൻ വീവിങ് കേട്ടോ. അപ്പം നല്ലതാണ്. ഈ റേറ്റല്ലേ ഉള്ളൂ. നമുക്കേ എന്നാ ഞാൻ പറയാൻ വന്നതിൻ്റെ ഇടയ്ക്ക് വീവിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എന്നാ നമുക്കില്ലേ, മറന്നുപോയി. ഈ റേറ്റിന് നല്ല സാരിയാണ്. എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്, മറന്നുപോയി. എനിക്കിനി വിചാരമാണ് അതെന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അതെന്തുമായിരിക്കും ശരിക്കും, അതെന്തുമായിരുന്നു?
റോയൽ ബ്ലൂ, ഇതാണ് റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല എടുപ്പുള്ള ഒരു കളറ്. എന്നിട്ട് പിങ്ക് പോലത്തെ മറ്റേ ആ സാരിയുടെ കളർ മുന്താണിക്ക് വന്നല്ലേ. ഇങ്ങനെ ഈ ബ്ലൂ കളർ ഇതിങ്ങനെ ഇത് പോകുന്നു, ലൈൻസ് പോകുന്നുണ്ട് ഇങ്ങനെ കണ്ടോ. ഞാൻ പറയാൻ വന്നതെന്നറിയോ, ഭയങ്കര ഒഴുകി ഒരു ഈ പറയുന്ന എന്താ പറയുന്നത്, നമ്മുടെ സെമി സിൽക്ക് സാരി ഇങ്ങനെ ഒരു കനം കുറഞ്ഞിട്ട് പ്ലക്കോന്ന് ഒഴുകി പോകില്ല, അങ്ങനെ പോകുന്ന ഒരു ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരി കൂടെ ഒരു ഇതാണ്ട്, ഒട്ടും കനം കൂടുതലല്ല കേട്ടോ, ഭയങ്കര ഹെവി ആയിട്ട് കനമായിട്ടുള്ളതൊന്നുമില്ല കണ്ടോ, നല്ലതല്ലേ. ഇനി ഒരു കനം ഒന്ന് കാണിക്കാവേ, ഇത് കണ്ടോ, ഇത്രയും കനമേ ഉള്ളൂ. ഇത്രയും കനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു വർക്കുണ്ടല്ലോ, ആ ഒരു കസവിൻ്റെ ഒക്കെ ഒരു വർക്കും അത് വരുന്നുണ്ട്. ഇവിടെയോട്ട് വരുമ്പോൾ ഇതുണ്ട്, ഇത്രയും കനം കുറവാണ്, സോഫ്റ്റാണ്. അയ്യോ, ഞാനത് പിടിച്ച് അങ്ങനെ കാണിച്ചുകൊണ്ട് എന്തോ ഒരു പ്രശ്നം എന്ന് ശരിയാക്കി തീർന്നു. ഇത്രേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.